പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. അനുശോചനം നേരിട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവർ കൂടി മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരേ ഒരു മലയാളിയായിരുന്നു എൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മരണം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആഘാതം, അതോടൊപ്പം തന്നെ നാടിനെ വേദനയിലാക്കിയ മരണമായിരുന്നു അത്. അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി വീട്ടിലേക്ക് നേരിട്ട് എത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന് നാട് കണ്ണീരോടുകൂടി വിട ചൊല്ലിയത്. കഴിഞ്ഞ ദിവസം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഗവർണർ, ജനപ്രതിനിധികൾ എന്നിവരൊക്കെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രന് അന്തിമാഞ്ജലി അർപ്പിക്കാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ രാവിലെ 7:30യോടെയാണ് പൊതുദർശനത്തിനായി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കമുള്ള ഒട്ടേറെ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ആദരമർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ നേരിട്ട് വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ എൻ രാമചന്ദ്രന്റെ മരണം ഉണ്ടായത് മകൾ ആരതിയുടെ കൺമുന്നിൽ വെച്ചാണ്. ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രന് ഭീകരരുടെ വെടിയേറ്റത്. ആ മരണം അക്ഷരാർത്ഥത്തിൽ നാടിനെ വേദനയിലാക്കിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലേക്ക് എത്തുകയാണ്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ ഇടപ്പള്ളിയിലെ എൻ രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന്. നിതിൻ, മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി, ധനമന്ത്രി എന്നിവർ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അനുശോചനം അറിയിക്കാൻ. എന്താണ് നിതിൻ വിവരങ്ങൾ? ഗോപി, അല്പസം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംസ്കരിച്ചത്. അന്ന് ചില ഔദ്യോഗിക പരിപാടി ഉള്ളതിനാൽ മുഖ്യമന്ത്രിക്ക് അന്ന് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. രാമചന്ദ്രൻ്റെ മകൻ, അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ്റെ ഭാര്യ എന്നിവരിപ്പോൾ ഈ വീട്ടിലുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് രാമചന്ദ്രൻ സജീവമായിരുന്നു ഏറെക്കാലം. വലിയ ഒരു വേദനയാണ് നാടിനാകെ ഉണ്ടാക്കിയത്. രാമചന്ദ്രൻ്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം നിരവധി പേരാണ് രാമചന്ദ്രൻ്റെ വീട്ടിൽ ആശ്വസിപ്പിക്കാനായി എത്തുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ, കൂടാതെ ജില്ലയിലെ CPM നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾക്കടക്കം അവിടെ ഉള്ളിലേക്ക് എന്തായാലും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടാണ് ഉള്ളത്. അല്പസമയത്തിന് തന്നെ ഈ സന്ദർശന ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ തിങ്കളാഴ്ചയാണ് ഭാര്യയും അതോടൊപ്പം തന്നെ മകളും കൊച്ചുമകളും ഒത്ത് രാമചന്ദ്രൻ കശ്മീരിലേക്ക് പഹൽഗാമിലെത്തിയത്. അതിനുശേഷം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ നാടിനാകെ നൊമ്പരമായി രാമചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. നമുക്കറിയാം, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക മലയാളിയാണ് രാമചന്ദ്രൻ. അതിനുശേഷം പിന്നീട് രാമചന്ദ്രൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചു. പിന്നീട് എടപ്പള്ളിയിലടക്കം പൊതുദർശനം വെച്ച ഘട്ടത്തിൽ നിരവധി പേരാണ് രാമചന്ദ്രനെ കാണാനായി ഇവിടെ എത്തിയത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കുടുംബത്തെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംസ്കാരം നടക്കുന്ന ദിവസം മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തൊടുപുഴയിലെ ഒരു പരിപാടിയിൽ പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ എടപ്പള്ളിയിലെ മങ്ങാട്ട് റോഡിലുള്ള വസതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപികൃഷ്ണൻ.
ക്യാമറകൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. തീർത്തും സ്വകാര്യമാണ് മുഖ്യമന്ത്രിയുടെ അനുശോചനത്തിനായി അദ്ദേഹം എത്തിയ സന്ദർശനം. അതുകൊണ്ട് തന്നെ ക്യാമറകൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവരാണ് ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മകൾ ആരതിയുടെ കൺമുന്നിൽ വെച്ചാണ് പഹൽഗാമിൽ ഭീകരർ രാമചന്ദ്രനെ വെടിവെച്ചു കൊന്നത്. നിതിൻ അംബുജനിലേക്ക് വീണ്ടും. നിതിൻ, ഇപ്പോഴവിടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് രാമചന്ദ്രന്റെ ഭാര്യ, മകൾ ആരതി എന്നിവരാണ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു, അല്ലേ? GK അങ്ങനെ തന്നെയാണ്. ഭാര്യ, അതോടൊപ്പം തന്നെ മകൻ കൂടാതെ അടുത്ത ബന്ധുക്കളടക്കം ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. അവരെ ഇപ്പോൾ കുടുംബത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി ആശ്വസിപ്പിക്കുകയാണ്. തീർത്തും സ്വകാര്യമായൊരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഇപ്പോൾ 12 മണിയോട് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തി. അതിനുശേഷം ഇപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു സന്ദർശന ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തിന് അനുശോചനം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഈ കുടുംബത്തെ തിരിച്ച്, അതായത് രാമചന്ദ്രൻ നായരുടെ ഭാര്യയും മക്കളെയും തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്ന മുഖ്യമന്ത്രി നേരത്തെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു. എന്തായാലും സന്ദർശനം ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടാതെ ധനമന്ത്രി എന്നിവർ പുറത്തേക്ക് ഇറങ്ങും. ഭാര്യയും അതോടൊപ്പം തന്നെ മകളും കൂടാതെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഇടപ്പള്ളിയിൽ സജീവമായി നിന്ന രാമചന്ദ്രൻ നായരുടെ വിയോഗം നാടിന് താങ്ങാനാവുന്നതിനപ്പുറമാണ്. കാരണം ഭീകരാക്രമണത്തിൽ, അതും കശ്മീർ പോലത്തെ ഒരു സ്ഥലത്ത് വിനോദസഞ്ചാരത്തിനായി പോയ ഒരു കുടുംബമാണ് ഭീകരാക്രമണത്തിൽ ഇരകളായത്. മകളുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രൻ നായരെ കൊലപ്പെടുത്തിയത്. ആ ഒരു ഞെട്ടൽ ഇപ്പോഴും കുടുംബം മുക്തമായിട്ടില്ല. ഇതിനിടയിലാണിപ്പോൾ സന്ദർശന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. GK, എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ ഈ ഒരു നിമിഷം പ്രതീക്ഷിക്കുന്നുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ജില്ലാ കളക്ടർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് GK മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ MV ഗോവിന്ദനടക്കം ഈ ഒരു സന്ദർശനത്തിൽ ഒപ്പമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വെള്ളിയാഴ്ചയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യാത്രക്കിടയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. GK, മുഖ്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചേക്കാം. പക്ഷേ അദ്ദേഹം തൊടുപുഴയ്ക്ക് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രക്കിടെയാണ് ഇവിടെ എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങൾ ഔദ്യോഗികമായ പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്നേ ദിവസം എത്തിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ജില്ലാ കളക്ടറുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബത്തെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ച ശേഷം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം കാറിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പഹൽഗാമിൽ കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയ രാമചന്ദ്രൻ്റെ കുടുംബം ഭീകരാക്രമണത്തിന് ഇരയായത്. അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ വേദനയിലാഴ്ത്തി. ഇടപ്പള്ളിയിൽ അദ്ദേഹം ഒരു സാമൂഹിക രംഗത്ത് വളരെ സജീവമായിരുന്ന വ്യക്തികൾ ആണ് രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാനോ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് തൊടുപുഴയിലേക്കുള്ള യാത്രാ മധ്യേ മുഖ്യമന്ത്രി ഇപ്പോൾ ഇടപ്പള്ളിയിലെത്തി വീട്ടുകാരെ നേരിട്ട് കണ്ടവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.